ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനക്കൊരു നല്ല ദിവസം ആദ്യമേ തന്നെ നേരുക. ഈശോയുടെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എലിസബത്തിൻ്റെ ഒരു വാക്കിലേക്കാണ് നിന്റെ ശ്രദ്ധ കൊടുക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. എലിസബത്ത് മറിയത്തോട് പറയുന്നതാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ പല മേഖലകളെക്കുറിച്ച് പറഞ്ഞിട്ട് എലിസബത്ത് അവസാനം കൂട്ടിച്ചേർക്കുകയാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒന്ന് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം പല രീതിയിൽ കടന്നു വന്നിട്ടില്ലേ? പലരിലൂടെ പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? നിന്നെ പല രീതിയിൽ ദൈവം പ്രചോദിപ്പിച്ചിട്ടില്ലേ? ഇതിലേതൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ നടക്കുമെന്ന്, അല്ലെങ്കിൽ പ്രചോദിപ്പിച്ചതിന് ജീവൻ കൊടുക്കുവാനൊക്കെ ആയിട്ട് എത്രത്തോളമൊക്കെയാണ് നീ ശ്രദ്ധിച്ചിട്ടുള്ളത്? എലിസബത്ത് പറയുക, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറാൻ നടക്കുമെന്ന് വിശ്വസിച്ചതുകൊണ്ട് മറിയം ഭാഗ്യവതിയായെന്ന്. പ്രിയ സഹോദര സഹോദരി, ഭാഗ്യം നിന്റെ വാതിൽക്ക് നിൽക്കുക. നീ എത്രത്തോളം അതിനെ ഏറ്റെടുക്കുന്നു എന്നുള്ള, എത്രത്തോളം അതിന് ബലം കൊടുക്കുന്നു, ജീവൻ കൊടുക്കുന്നു എന്നുള്ള, അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നീ നൽകുന്ന തോന്നിപ്പുകളെല്ലാം നിൻ്റേതാണെന്ന് നീ ഏറ്റെടുത്ത് നടത്തുന്നുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിക്ക് നൽകണമേ. ഈ വ്യക്തിയുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ആഴമേറിയ വിശ്വാസത്തോടു കൂടി നിൻ്റെ ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമേ. നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സമസ്ത മേഖലകളും പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ